ഇതിൽ ഇപ്പോൾ ഐക്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ആ ഐക്യപ്പെടൽ എന്താകുന്നു? കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ വെള്ളാപ്പള്ളി പറയുന്നതിനൊപ്പം നിന്നുകൊണ്ട് സുകുമാരൻ നായർ പ്രതികരിച്ചാൽ അതിലുള്ള അപകടം, അദ്ദേഹം പറയുന്ന വർഗീയതയ്ക്ക് സുകുമാരൻ നായർ കുടപിടിക്കുകയാണെന്ന് വരും. ആ വർഗീയതയെ ശരിവെക്കുകയാണെന്ന് വരും. ആ ശരിവെക്കൽ നമുക്ക് ചേർന്നതല്ല, നമ്മുടെ സംവിധാനത്തിന് ചേർന്നതല്ല എന്ന് NSS ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പൊതുവെ NSS എടുത്തിട്ടുള്ള സമീപനം. പല ഘട്ടങ്ങളിലായി സമുദായത്തിന് വേണ്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യത്തിനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊഴിച്ചാൽ പൊതുവെ സെക്കുലർ സമീപനം എടുക്കുകയും വർഗീയ പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പക്വത എല്ലാ കാലത്തും NSS കാണിച്ചിട്ടുള്ളതാണ്. ആ പക്വതയിൽ നിന്ന് മാറിക്കൊണ്ട് സുകുമാരൻ നായർ പ്രതികരിക്കുകയാണോ എന്ന് തോന്നിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി പറയുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവായ കാര്യം എന്ന നിലയ്ക്ക് സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഇടത് സർക്കാരും NSSുമായിട്ടും ഒരേ സമയം വെള്ളാപ്പള്ളിയുമായിട്ടുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അതുവഴി ഈ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രവർത്തനം, അതുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിൽ കൃത്യമായും CPMന് വേണ്ടി പ്രവർത്തിച്ചു വന്നത് മന്ത്രി വി എൻ വാസവനാണ്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ ഒരു തിരിച്ചടിയായി കൂടി ഇത് മാറുകയാണ്. കാരണം ഒരു ഹിന്ദു ഐക്യം എന്നുള്ളത് സാധാരണയായി BJP ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിലും ഈ സമയത്ത് ആ ഐക്യം കൊണ്ട് ഗുണഭോക്താക്കളാക്കാൻ ശ്രമിച്ചിരുന്നത് CPM ആണ്. അതുവഴി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് ഏതാണ്ട് കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷ വോട്ട് അത് ഏകീകരിക്കുക എന്നൊരു ശ്രമത്തിലേക്ക് പോകുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് വി എൻ വാസവനായിരുന്നു. അതിന്റെ ശ്രമമായിട്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരിനെയും വെള്ളപ്പള്ളിയും ഒക്കെ ഒരുമിച്ചെത്തിക്കാൻ കഴിഞ്ഞത്.